ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് കസ്റ്റാർഡിന്റെ റെസിപ്പിയാണ്. ഇപ്പൊ നല്ല ചൂടും പ്രത്യേകിച്ച് നോമ്പൊക്കെ അല്ലേ, അപ്പൊ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കസ്റ്റാർഡിന്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് പാലാണ്. അപ്പൊ ഞാനിവിടെ ഒരു 1.25 ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇതേ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഒരു ചെറിയ ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വാനില ഫ്ലേവർ വരുന്ന കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലും ഒഴിച്ച് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാലിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം മിക്സ് ആക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാലിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം അതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അപ്പൊ അതൊക്കെ ഒന്ന് കട്ടാക്കി മാറ്റി വെക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രേപ്സും ഗ്രീൻ ഗ്രേപ്സും ആപ്പിളും ഉറുമാമ്പഴവും ഒരു പഴവുമാണ്. അപ്പൊ നിങ്ങൾക്ക് പുളിയില്ലാത്ത മധുരമുള്ള ഏത് ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം. സാബുനരി എന്നാണ് നമ്മളിവിടെ പറയാ. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചവ്വരിയിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത് പശയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റാർഡിന്റെ മിൽക്ക് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം ഉറുമാമ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ബ്ലാക്ക് ഗ്രേപ്സ് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ഗ്രേപ്സും കട്ടാക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മുടെ പഴം കട്ടാക്കിയിട്ടിടാം. ഇനി ഒരു ആപ്പിള് കട്ടാക്കിയിടാം. ഇനി വേവിച്ച് മാറ്റി വെച്ച് ചവ്വരി ഇട്ട് കൊടുക്കാം. കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് കുറച്ച് മുന്നിൽ തന്നെ നിൽക്കാൻ ഇഷ്ടത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂ നട്ട്സും കട്ടാക്കിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്രൂട്ട്സിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരേ അളവ് തന്നെ എല്ലാം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. മധുരം കുറച്ച് മുന്നേ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ പാകം മധുരമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിത് തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാന്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടിലൊക്കെ ക്ഷീണവും വിശപ്പും ഒക്കെ മാറാൻ ഇതാണ് കേട്ടോ ബെസ്റ്റ്. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ് നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ. താങ്ക്